ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോണ ചാപ്റ്റർ 10 ദ ഹ്യൂമൻ ഐ ആൻഡ് ദ കളർഫുൾ വേൾഡ്. മക്കളെ, എന്താണ് ഈ ഹ്യൂമൻ ഐ? ദ ഹ്യൂമൻ ഐ ഇസ് എ ഇൻക്രെഡിബിൾ ഓർഗൻ അല്ലേ? ഹ്യൂമൻ ഐ എന്ന് പറയുന്നത് ഒരു ഇൻക്രെഡിബിൾ ഓർഗൻ ആണ്. അത് നമ്മുടെ ഒരു മോഡേൺ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലൈറ്റ് അത് ക്യാപ്ചർ ചെയ്യുകയും അത് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്ന രീതിയിലുള്ള പിക്ചേഴ്സായി മാറ്റുകയുമാണ് നമ്മുടെ ഹ്യൂമൻ ഐ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഐൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട് അല്ലേ? ഈ ഓരോ പാർട്ടും നമുക്ക് പരിചയപ്പെട്ടാലോ? ആദ്യം നമ്മുടെ കണ്ണുകളുടെ ഔട്ടർ ലെയർ എന്താണെന്ന് നോക്കാം. അതായത് ലൈറ്റ് നമ്മുടെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഉള്ള സംഭവം. അതിൽ ആദ്യം കോർണിയ. കോർണിയ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ മുൻപിലുള്ള ഒരു ക്ലിയർ പ്രൊട്ടക്റ്റീവ് വിൻഡോ ആണ് ഈ പറയുന്ന കോർണിയ. നമ്മളിപ്പോൾ ക്യാമറയായിട്ട് നമ്മുടെ കണ്ണിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാമറയിലുള്ള ഗ്ലാസ് ലെൻസ് കണ്ടിട്ടുണ്ടോ? അതുപോലെയാണ് നമ്മുടെ കണ്ണുകളിൽ കോർണിയ. ഇതിൻ്റെ മെയിൻ ജോബ് എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ണിലേക്ക് വരുന്ന ലൈറ്റ്, എൻറ്റർ ചെയ്യുന്ന ലൈറ്റ് എല്ലാം ഇത് ബെൻഡ് ചെയ്യും അല്ലെങ്കിൽ റിഫ്രാക്റ്റ് ചെയ്യുമെന്ന് പറയും. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി ഫോക്കസ് ചെയ്യാൻ പറ്റൂ. രണ്ടാമത്തെ ഔട്ടർ ലെയർ എന്താണെന്നറിയാമോ? ഐബോൾസ്. നമ്മുടെ കണ്ണിൽ തന്നെ ഒരു റൗണ്ട് ബോൾ പോലെയല്ലേ ഇരിക്കുന്നത്? വളരെ കുഞ്ഞാണ് അല്ലേ? ഈ ഐബോള് 2.3 സെൻറ്റിമീറ്റർ ഡയമീറ്റർ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്താണെന്നറിയാമോ? ഈ ലൈറ്റ് നമ്മുടെ കണ്ണുകളിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ആരായിരിക്കും ആ ലൈറ്റ് മാനേജ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണുകളുടെ ഏത് ഭാഗമായിരിക്കും ഈ ലൈറ്റ് മാനേജ് ചെയ്യുന്നത്? അത് ഐറസും പ്യൂപ്പിളുമാണ്. ഐറസ് എന്താണെന്നറിയാമോ? നമ്മുടെ കണ്ണിൻ്റെ കളേർഡ് പാർട്ടിനെയാണ് നമ്മൾ ഐറസ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങളുടെയൊക്കെ കൃഷ്ണമണി ഓരോരുത്തർക്കും ഓരോ കളറായിരിക്കും. ചിലർക്ക് ബ്ലാക്ക് ആവാം, ചിലർക്ക് ബ്രൗൺ, ചിലർക്ക് നല്ല നീല കണ്ണുകൾ കണ്ടിട്ടില്ലേ? അത് തന്നെ നമ്മുടെ കണ്ണിൻ്റെ കളേർഡ് പാർട്ടിനെയാണ് നമ്മൾ ഐറസ് എന്ന് പറയുന്നത്. ഇപ്പം ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യാമെങ്കിൽ നമ്മുടെ ക്യാമറയുടെ ഷട്ടർ ഇല്ലേ, അതുപോലെയാണ് നമ്മുടെ കണ്ണുകൾക്ക് ഈ പറയുന്ന ഐറസ്. ഐറസ് എന്താണെന്നറിയാമോ? അതൊരു മസിലാണ്. നമ്മുടെ കണ്ണുകളിലേക്ക് ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ഈ മസിലിൻ്റെ സൈസ് ചേഞ്ച് ആവും. എന്താണെന്നറിയാമോ? ഈ എൻറ്റർ ചെയ്യുന്ന ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ മസിലിൻ്റെ സൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ്, അടുത്ത ആരാണ് നമ്മുടെ കണ്ണിലേക്ക് എൻറ്റർ ചെയ്യുന്ന ലൈറ്റ് മാനേജ് ചെയ്യുന്നതെന്ന് അറിയാമോ? പ്യൂപ്പിൾ. നമ്മുടെ ഐറസിൻ്റെ സെൻറ്ററിൽ ഒരു ബ്ലാക്ക് സർക്കിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു ബ്ലാക്ക് ഡോട്ട് പോലെയാണ്. ഇത് ആക്ച്വലി ഒരു ഓപ്പണിംഗ് ആണ്. നമ്മൾ പെട്ടെന്ന് മീൻസ് നല്ല വെളിച്ചമുള്ള മുറിയിലിരിക്കുമ്പം പെട്ടെന്ന് കണ്ടുപോകാന്ന് വെച്ചാൽ ഫുൾ ഡാർക്കാണ്. അപ്പോൾ ഐറസിന് എന്തോ സംഭവിക്കും? ഐറസ് നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുകയും അതുപോലെ തന്നെ പ്യൂപ്പിളും ബിഗർ ആവുകയും ചെയ്യും. അതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ലൈറ്റ് കൂടുതലായിട്ട് അവരുടെ കണ്ണുകളിലേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐറസ് നല്ല രീതിയിൽ ഓപ്പൺ ആവുകയും അതുവഴി പ്യൂപ്പിൾ ബിഗർ ആവുകയും ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കണ്ണിലേക്ക് അളവിൽ കൂടുതലായിട്ട് ലൈറ്റ് എൻറ്റർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ ഐറസ് അങ്ങ് ഷ്രിങ്ക് ആവും, ചുരുങ്ങും. നമ്മുടെ പ്യൂപ്പിൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ ലൈറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി മൂന്നാമത്തെ പാർട്ട് ഏതാണെന്നറിയാമോ? ദ ലെൻസ്. എന്താണ് ഈ ക്രിസ്റ്റലിൻ ലെൻസ്? ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അറിയാമോ? നമ്മുടെ പ്യൂപ്പിളിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് നമ്മുടെ ഈ ലെൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോർണിയ അകത്തേക്ക് വരുന്ന ലൈറ്റിന് മുന്നിൽ നല്ലതുപോലെ റിഫ്രാക്റ്റ് ചെയ്യുമ്പോൾ ഐ ലെൻസ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? ഈ ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൽ ഫോക്കസ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ഐ ലെൻസിൻ്റെ ഷേപ്പ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇനി ഈ ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പിക്ചർ ക്യാപ്ചർ ചെയ്യുമല്ലേ?
ഈ പിക്ചർ ആരാ ക്യാപ്ചർ ചെയ്യുന്നതെന്ന് അറിയാമോ? റെറ്റിനയാണ് നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് അത് പിക്ചർ ആക്കുന്നത്. നമ്മുടെ ഐയുടെ ബാക്ക് വാൾ, അതായത് പിറകിലുള്ള വാളിനെയാണ് നമ്മൾ റെറ്റിന എന്ന് പറയുന്നത്. ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ഡിജിറ്റൽ സെൻസറായിട്ട് നമുക്ക് പറയാം. നമ്മുടെ കണ്ണിൻ്റെ ഒരു ഡിജിറ്റൽ സെൻസറാണ് റെറ്റിന എന്ന് നമുക്ക് പറയാം. When the lens project the light onto the retina, നമ്മുടെ ഈ റെറ്റീനയിലേക്ക് ലെൻസ് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമേജ് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? അത് അപ്സൈഡ് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടോ ആയിരിക്കും ആ ഇമേജ് ഉണ്ടാവുക. റെറ്റീന മില്യൺസ് ഓഫ് ടൈനി സെൽസ് കൊണ്ട് പാക്ഡ് ആണ്. ഒരു ഇമേജ് ഹിറ്റ് ആവുമ്പോഴത്തേക്ക് ഈ ടൈനി സെൽസ് എല്ലാം തന്നെ ലൈറ്റപ്പ് ആവും. ഈ ലൈറ്റപ്പ് ആയ സെൽസ് എന്ത് ചെയ്യും? അവർ ഈ വിഷ്വൽ ഇമേജിനെ നേരെ ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യും? ഈ സിഗ്നൽസിനെ നേരെ ബ്രെയിനിലോട്ട് ക്യാരി ചെയ്യും. പിന്നെയുള്ള നമ്മുടെ ബ്രെയിനിൻ്റെ ജോലി എന്താണെന്നറിയാമോ? നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഇമേജിനെ റൈറ്റ് സൈഡ് അപ്പ് ആകും. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജ് അല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്, അത് നേരെ കറക്റ്റ് ആക്കും, എന്നിട്ട് അത് പ്രോസസ്സ് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കളറും ഷേപ്പും മൂവ്മെൻറ്റും എല്ലാം ഒരു ബ്ലിങ്ക് ഓഫ് ഐയുടെ കാര്യമുള്ളൂ തിരിച്ചറിയാൻ പറ്റും. ഇനി അടുത്ത എന്താണെന്നറിയാമോ? അടുത്ത പോർഷൻ ഏതാണെന്നറിയാമോ? പവർ ഓഫ് അക്കമഡേഷൻ. എന്താണ് മക്കളെ? ഇനി ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്നറിയാമോ? നമ്മുടെ ലെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിളായ സ്ക്യൂസിബിൾ മാഗ്നിഫൈങ് ഗ്ലാസ് ആണ് പറയാൻ പറ്റും. നമ്മുടെ കണ്ണിൻ്റെ അകത്തുള്ള ലെൻസ് എന്താണ്? വളരെ ഫ്ലെക്സിബിളാണ്. അത് സ്ക്വീസബിൾ ആയിട്ടുള്ള മാഗ്നിഫൈങ് ഗ്ലാസ് ആണ്. അത് ക്ലിയർ ജെല്ലി ലൈക്ക് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. Unlike like a glass lens in a camera that moves forward and backward to focus, the eye changes the actual shape of its lens to see things at different distances. നോക്ക്, നമുക്ക് പല ഡിസ്റ്റൻസിലുള്ള കാര്യങ്ങൾ കാണണമെങ്കിലും നമ്മുടെ കണ്ണ് എന്തോ ചെയ്യുമെന്നറിയുമോ? അതിലുള്ള ലെൻസിൻ്റെ ഷേപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഈ ഒരു എബിലിറ്റിയാണ് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ലുക്കിംഗ് അറ്റ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സ്. നമ്മളിപ്പോൾ ദൂരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അതായത് നമ്മളൊരു നക്ഷത്രത്തെ നോക്കാം, നക്ഷത്രത്തിനെയോ അല്ലെങ്കിൽ ഒരു മൗണ്ടൈനെയോ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മുടെ സീലിയറി മസിൽസ് അതെന്തെയും കംപ്ലീറ്റ്ലി റിലാക്സ് ചെയ്യും. സീലിയറി മസിൽസ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ ലെൻസിനെ ഹോൾഡ് ചെയ്ത ടൈനി ടൈനി മസിൽസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ സീലിയറി മസിൽസ് എന്ന് പറയുന്നത്. അപ്പം ദൂരെയുള്ള സ്റ്റാറിനെയോ മൗണ്ടൈനെയോ അല്ല ദൂരെയുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സീലിയറി മസിൽ എന്ത് ചെയ്യും? കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആവും. ഇത് ലെൻസിനെ പുള്ള് ചെയ്യുകയും അതെന്താക്കി മാറ്റും? ഈ ലെൻസിനെ തിന്നാക്കി മാറ്റുകയും ചെയ്യും. ഈ തിന്നർ ലെൻസിന് എന്താണ്? ഒരു ലോങ്ങർ ഫോക്കൽ ലെങ്ത് ഉണ്ട്. അത് പാരലായിട്ടുള്ള ലൈറ്റ് റേസിനെ റെറ്റീനയിൽ എത്തിക്കുകയും അത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. ക്ലിയർ ആണോ? ഇനി നമ്മൾ അടുത്തുള്ള ഒബ്ജക്ട്സിനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പം നമ്മളൊരു ബുക്ക് റീഡ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഫോണിൽ നോക്കുകയാണ്. എങ്ങനെയാണ്? അത് ദൂരെ വെച്ചിട്ടാണ് വായിക്കുന്നത്? അല്ലല്ലോ, നമ്മൾ അടുത്ത് കൊണ്ടുവച്ചല്ലേ വായിക്കുന്നത്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ സീലിയറി മസിൽസിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അത് ഇൻവേർട്ട് സ്ക്വീസ് ചെയ്യും, അതായത് അത് കോൺട്രാക്ട് ചെയ്യും. സീലിയറി മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ആവും, അതായത് ചുരുങ്ങും. ദിസ് റിലീസസ് ദ ടെൻഷൻ ഓൺ ദ ലെൻസ്. നമ്മുടെ ലെൻസിലുള്ള ടെൻഷൻ ഇത് റിലീസ് ആവുകയും അതെന്ത് ചെയ്യും? അത് തിക്ക് കർവ്ഡ് ഷേപ്പായി മാറുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? നമ്മൾ അടുത്തുള്ള ഒബ്ജക്ട്സിനെ നോക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ സീലിയറി മസിൽസ് കോൺട്രാക്ട് ആവും. മാത്രമല്ല നമ്മുടെ ലെൻസിലെ ടെൻഷൻ റിലീസ് ചെയ്യുകയും അതുമാത്രമല്ല നമ്മുടെ ലെൻസിനെ തിരിച്ച് തിക്ക് കർവ്ഡ് ഷേപ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. നമ്മുടെ തിക്കർ ലെൻസിന് എന്താണെന്നറിയാമോ? ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ആണ് ഉള്ളത്. അത് ലൈറ്റ് റേസിനെ സ്ട്രോങ് ആയിട്ട് ബെൻഡ് ചെയ്യുകയും
ചെയ്യും. എന്തിനാണ്? റെറ്റീനയിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ലൈറ്റ് റേസിനെ സ്ട്രോങ്ലി ബെൻഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്തത് ദ ലിമിറ്റ്സ് ഓഫ് എ വേർഷൻ. നമ്മുടെ വിഷൻ്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ ഒരു മാക്സിമം ഡിസ്റ്റൻസിലാണ്, അതായത് നാച്ചുറലായിട്ട് നമ്മുടെ കണ്ണുകൾക്ക് നാച്ചുറലായിട്ട് കുറച്ച് ബൗണ്ടറീസ് ഉണ്ട്. അതായത് എന്തുമാത്രം ദൂരം അല്ലെങ്കിൽ എന്തുമാത്രം അടുത്താണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ള നാച്ചുറൽ ബൗണ്ടറീസ് നമ്മുടെ കണ്ണുകൾക്കുണ്ട്. അതിലൊന്ന് മാക്സിമം ഡിസ്റ്റൻസ് അഥവാ ഫാർ പോയിന്റ്. എന്താണ്? ഫോർ എ നോർമൽ ഹെൽത്തി ഐ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഐക്ക് എന്താണ് സംഭവിക്കുന്നത്? ദ ഫാർത്തസ്റ്റ് യു ക്യാൻ സീ ഈസ് ഇൻഫിനിറ്റി. നമുക്ക് ദൂരക്കാഴ്ചയ്ക്ക് ലിമിറ്റിൽ നമുക്ക് ഇൻഫിനിറ്റി വരെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ആകാശത്തെ നക്ഷത്രങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കില്ലേ? അപ്പം അത്രയും ദൂരെയുള്ള സംഭവം പോലും ഒരു നോർമൽ ഹെൽത്തി ഐക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അല്ലേ? ഇനി ഓക്കെ, ദ നിയർ പോയിന്റ് അഥവാ മിനിമം ഡിസ്റ്റൻസ്. ലെൻസിന് ഇൻഫിനിറ്റ്ലി തിക്ക് ആവാൻ സാധിക്കില്ല. അതായത് കുറേ അങ്ങ് ലെൻസിനെ സ്ക്വീസ് ആവാൻ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മളൊരു ബുക്ക് വായിക്കുമ്പോഴും ആ ബുക്കിന് നേരെ നമ്മുടെ നോസിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഐസ് സ്ട്രെയിൻ ആവും അല്ലേ? നിങ്ങൾക്കപ്പോൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുമോ ആ ബുക്കിലെ അക്ഷരങ്ങൾ? പറ്റില്ല അല്ലേ? ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് യു ക്യാൻ സീ ക്ലിയർലി വിത്തൗട്ട് സ്ട്രെയിൻ ഇസ് കോൾഡ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. നോക്ക്, അടുത്തോട്ട് ഒരു ബുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ സ്ട്രെയിൻ ചെയ്യാതെ എന്തുമാത്രം നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കുമോ, ആ സ്ട്രെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തുമാത്രം കാണാൻ സാധിക്കുമോ, ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ എന്തെന്നാ പറയുന്നത്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വേർഷൻ എന്ന് പറയാൻ പറ്റും. ഒരു ഹെൽത്തി യങ് അഡൾട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് 25 സെൻറ്റിമീറ്റർ വരെ ആവാം. നോർമൽ വിഷൻ റേഞ്ച് എത്രയെന്നറിയാമോ? ഒരു ഹെൽത്തി ഐക്ക് പെർഫെക്റ്റ്ലി എത്ര വരെ ഫോക്കസ് ചെയ്യാൻ സാധിക്കുമെന്നറിയോ? ഒരു 20 സെൻറ്റിമീറ്റർ തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ഹെൽത്തി ഐക്ക് നല്ലതുപോലെ പെർഫെക്റ്റ്ലി ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾ കാറ്ററാക്ട് കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ കാറ്ററാക്ട്? അറിയാമോ? വയസ്സായ മിക്ക ആൾക്കാർക്കും കാറ്ററാക്ട് കണ്ണുകൾക്ക് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്താണ് കാറ്ററാക്ട്? ആളുകൾ വയസ്സാവും തോറും ഈ ക്ലിയർ ആയിട്ടുള്ള ജെല്ലി ലൈക്ക് മെറ്റീരിയൽ, ലെൻസിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ജെല്ലി ലൈക്ക് മെറ്റീരിയൽ എന്തെയും ചേഞ്ച് ആവും. അത് മിൽക്കി, ക്ലൗഡി അല്ലെങ്കിൽ ഫോഗി ആയി മാറും. ക്ലിയർ ആയിട്ടുള്ള ജെല്ലി ലൈക്ക് എന്തായി മാറും? മിൽക്കി ആയിട്ടോ ക്ലൗഡി ആയിട്ടോ ഫോഗി ആയിട്ടോ മാറും. ഈ ഒരു മെഡിക്കൽ കണ്ടീഷനെയാണ് നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുന്നത്. ലെൻസ് ക്ലൗഡി ആണെങ്കിൽ ലൈറ്റിന് പ്രോപ്പറായിട്ട് അതിലൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അത് ബ്ലറി വിഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചില കേസസിൽ കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് വരെ സംഭവിക്കും. ക്ലിയർ ആണോ? ഇനി വിഷൻ നമുക്ക് കംപ്ലീറ്റ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതൊരു കാറ്ററാക്ട് സർജറിയിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. ക്ലൗഡി നാച്ചുറൽ ലെൻസിനെ അവർ റിമൂവ് ചെയ്ത് അവരത് ഒരു ക്ലിയർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ലെൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും കാഴ്ച തിരിച്ച് നല്ലതുപോലെ കിട്ടും. ഇന്നത്തേക്ക് ഇത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് പറയാം.